എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പുതിയ ജോബിന്റെ അപ്ഡേഷനാണ്. സെർബിയയിലേക്കുള്ള പുതിയ ജോബിന്റെ അപ്ഡേഷൻ വീഡിയോ ആണിത്. ലാസ്റ്റ് വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലേ? അപ്പോൾ അതിനകത്ത് നിരവധി ആൾക്കാർ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആ വേക്കൻസി എല്ലാം കംപ്ലീറ്റ് ആയി. പിന്നെ അതിന്റെ വർക്കിന്റെ പ്രൊസീജിയർ, കോൺട്രാക്ടിന്റെ ഒക്കെ പ്രൊസീജിയർ കാര്യങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മാക്സിമം ഈ ആഴ്ച കൊണ്ട് അത് കംപ്ലീറ്റ് ആവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പുതിയ ജോബിന്റെ വേക്കൻസിയാണ്. ജോബ് പ്ലംബിങ്ങിലേക്ക് തന്നെയാണ്. പ്ലംബിങ്ങിലേക്ക് 2 വേക്കൻസിയും, അതുപോലെ അലൂമിനിയം ഫാബ്രിക്കേഷൻ കമ്പനിയാണത്. അതിലേക്ക് വേണ്ടിയിട്ട് 3 വേക്കൻസി ഉണ്ട്. പക്ഷേ രണ്ടാൾക്കാരെ ഓൾറെഡി സെലക്ട് ചെയ്തു. കാരണം നേരത്തെ വീഡിയോ കണ്ടിട്ട് ബയോഡേറ്റ തന്നിട്ടുണ്ടായിരുന്ന 2 പേര് സെലക്ട് ചെയ്തു. ഞാനത് 1 വേക്കൻസി ഉണ്ട്, വർക്കറായിട്ടാണ്. പിന്നെ 3ാമത്തെ വേക്കൻസി എന്ന് പറയുന്നത് സിവിലാണ്, കൺസ്ട്രക്ഷൻ സൈറ്റിലേക്കാണ്. കൺസ്ട്രക്ഷനിലേക്ക് ഈ ബ്രിക്ക് വർക്കൊന്നുമല്ല, ബ്രിക്ക് വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഇതിന്റെ ഫിനിഷിങ് പ്ലാസ്റ്ററിങ് വർക്ക് ഉണ്ടല്ലോ, അതിലേക്ക് 4 പേരെ വേണം. അതിനകത്ത് എക്സ്പീരിയൻസ് ആയിട്ട് ഹൈ എക്സ്പീരിയൻസ് ഒന്നും ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സും ആ ഒരു താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഈ വർക്ക് ഈ ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ ഇതിനെല്ലാം തന്നെ 10ാം ക്ലാസ് യോഗ്യത മതി. നമുക്കധികം ഒരു സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. നിങ്ങൾക്ക് 10ാം ക്ലാസ് യോഗ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ജോലിക്ക് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഒരുപാട് കമന്റ്സും അതുപോലെ പേഴ്സണലി കോളും വന്നിട്ടുണ്ടായിരുന്നു. വന്നത് കൂടുതലും ജോബ് ചോദിച്ചുകൊണ്ടല്ല, ജോബിനായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടല്ല, സെർബിയയിലത്തേക്ക് വിസ ആപ്ലിക്കേഷൻ സബ്മിഷൻ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞ പോലെ വെയർ ഹൗസിലേക്കും അതുപോലെ പല പല കാറ്റഗറി വർക്കും, കൂടുതലും വെയർ ഹൗസിന്റെ ആണെന്നാണ് എനിക്ക് കോൾ വന്നത്. അതിനകത്ത് ഈ അടുത്തിടയ്ക്കൊന്നുമല്ല, ഒരു 3-4 മാസമായിട്ട് ജസ്റ്റ് വർക്ക് കോൺട്രാക്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പലരും ക്യാഷ് ആദ്യത്തെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കൊടുത്തിട്ട് വർക്ക് കോൺട്രാക്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ, പിന്നെ ചില ആൾക്കാർ PCC അതിന്റെ അറ്റസ്റ്റേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ, PCC കൊടുത്തിട്ട് PCC അറ്റസ്റ്റേഷൻ കഴിഞ്ഞിട്ട് വിസയ്ക്ക് ഈ പറഞ്ഞ കോൺട്രാക്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ, ഇങ്ങനെ പല കാറ്റഗറി ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്ത്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഉള്ള പൊതുവായിട്ടുള്ള സംശയമാണ് ശരിക്കും സെർബിയയുടെ വിസയുടെ പ്രൊസീജിയർ എങ്ങനെയാണ് എന്നുള്ളത്. ഡീറ്റെയിൽ എല്ലാവർക്കും അതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടൊന്ന് അറിയണം എന്ന് ചോദിച്ചിട്ടുള്ള കോളുകളായിരുന്നു. അപ്പോൾ വരുന്നൊരു വീഡിയോ, നെക്സ്റ്റ് വീഡിയോ എന്തായാലും ഞാൻ ഒരു പ്രൊസീജിയറിനെ പറ്റിയിട്ട് ഞാൻ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. കാരണം ഇത്രയും പേർക്ക് ഫോൺ വഴി ആൻസർ കൊടുക്കുക, അതുപോലെ മെസ്സേജിനെ ടൈപ്പ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നെക്സ്റ്റ് വീഡിയോക്കകത്ത് ഞാൻ അതെല്ലാം ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും താല്പര്യമുള്ളതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക, മറ്റുള്ളവർക്കും കൂടെ ഉപയോഗമായിട്ട് വരും. സെർബിയയെ സംബന്ധിച്ചിടത്തോളം സെർബിയയിൽ ഒരുപാട് വിസ പരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഏജന്റ് പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സെർബിയെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും സംശയമുണ്ട്, എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് പേഴ്സണലി ചോദിക്കാം. ഞാൻ പെട്ടെന്നൊരു റിപ്ലൈ തന്നില്ലെങ്കിലും തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കുന്നതാണ് ഫ്രീ ടൈം കിട്ടുമ്പോഴത്തേക്കും. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിൽ കൂടെ ഞാനത് നിങ്ങൾക്ക് കൺവേ ചെയ്ത് തരാം, എന്താണ് നിങ്ങളുടെ പ്രശ്നം, അതിൻ്റെ ആൻസറും. അപ്പോൾ ഇനി വിസയുടെ നമുക്ക് നമ്മുടെ ജോലിയുടെ ഇതിലേക്ക് വരാം. ജോലി പ്ലംബർ, 2 പ്ലംബർമാരെ വേണം. അതൊരു ഹൈ എക്സ്പീരിയൻസ് ഒന്നും ചോദിക്കുന്നില്ല. ലാസ്റ്റ് വന്ന വിസയ്ക്കകത്ത് 4ലും അവർ എക്സ്പീരിയൻസ് മസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്നുള്ള 2-നകത്തും ഹൈ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. നിങ്ങൾ അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ പ്ലംബിങ്ങിനെ പറ്റിയിട്ട് അറിയാം, നിങ്ങൾക്ക് പഠിക്കണം, കൂടുതലായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, 600 യൂറോ സാലറിയാണ്. പിന്നെ 8 മണിക്കൂർ ഡ്യൂട്ടി, അതുപോലെ ആഴ്ചയിൽ 6 ദിവസത്തെ വർക്ക്. ബാക്കിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം പറ്റുന്നതിന് മാത്രമേ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബെറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ പേഴ്സണലി മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നതാണ്. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഒരു അലുമിനിയം കമ്പനിയിലേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 വേക്കൻസിയാണുള്ളത് അലുമിനിയം കമ്പനിയിലേക്ക്, അത് ഫാക്ടറി വർക്കറായിട്ട്. ഓക്കെ, 3ാമത്തത് ഈ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്കുള്ള ഫൈനൽ പ്ലാസ്റ്ററിങ് വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപേക്ഷിക്കാം. സെർബിയ ഒരു യൂറോപ്യൻ കൺട്രിയാണ്. യൂറോപ്യൻ യൂണിയൻ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അവിടുത്തെ ലൈഫ് സ്റ്റൈൽ എല്ലാം നല്ലത് തന്നെയാണ്. ഒരു സാധാരണക്കാരനെ നിലയ്ക്ക് നമ്മൾ പലരും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, പോളണ്ടിലേക്കും ജർമ്മനിയിലേക്കും ഇറ്റലിയിലേക്കും ഒക്കെ വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് 4-5 ലക്ഷം രൂപ കളഞ്ഞു. ഇനി അടുത്ത് ഒരാൾക്ക് ഒരു ഏജൻസിക്ക് പൈസ കൊടുക്കാൻ പോലും പേടിക്കുകയാണ് അവര്. പക്ഷെ അതിനകത്ത് ഒരു 90% പേരുടെ ഒരു ഡീറ്റെയിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവരെല്ലാം ഒരു അൺസ്കിൽഡ് ലെവൽ വർക്കിൽ എന്തെങ്കിലും ചെയ്തൊരു യൂറോപ്യൻ യൂണിയനിൽ എത്തണം എന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങൾ ആ ഒരു കാര്യത്തിനകത്ത് ആ ഒരു ചിന്തയിൽ ചെറിയൊരു വ്യത്യാസം വരുത്തണം. കാരണം നിങ്ങൾക്ക് അൺസ്കിൽഡ് ആയിരുന്നാലും ഏത് യൂറോപ്യൻ കൺട്രി പോയാലും ജോലി എടുക്കാനുള്ള ഒരു മനസ്സും, അതുപോലെ തന്നെ എത്ര കഷ്ടപ്പാടായിരുന്നാലും അവിടെ പിടിച്ചു നിൽക്കുമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാവൂ. അത്ര എളുപ്പമുള്ള പണിയൊന്നും പറയുന്നില്ല. അത്യാവശ്യം നാട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ കഷ്ടപ്പെട്ട പണി തന്നെയാണ്.
ഓക്കെ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്നെ വിളിച്ചിട്ട്. ഈ സംശയങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും അങ്ങോട്ടൊരു ഇത് പറയണം, ഓക്കെ ഞാനത് അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു അവകാശമായി മാറുന്നുണ്ട് പലരെയും. ബ്രോ അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞല്ലേ, എന്തുകൊണ്ടാണ് അന്വേഷിച്ചിട്ട് റിപ്ലൈ തരാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ ടൈം ഒന്ന് ഫ്രീ ടൈം കിട്ടുമ്പോഴത്തേക്ക് അന്വേഷിക്കാമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നവർക്ക് കുറച്ചും കൂടെ മാന്യമായിട്ട് സംസാരിക്കാൻ നല്ലത്. മാന്യത എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ സംസാരത്തിന്റെ രീതിയല്ല, നിങ്ങൾ അവിടെ തരുന്ന ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് ഞാൻ അന്വേഷിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സഡനായിട്ട് ഒരു റിപ്ലൈ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ഞാനും ജോലി ചെയ്യുന്ന ഒരാളാണ്, അപ്പോൾ എൻ്റെ ജോലി സമയവും എല്ലാം നോക്കിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പക്ഷേ എനിക്ക് നിങ്ങളെ മാക്സിമം ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അതിനകത്ത് മെയിനായിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ ഈ അപ്ലൈ ചെയ്യുന്ന പലരും 1 ലക്ഷവും 2 ലക്ഷവും ഏജൻസി കൊടുത്തതിന് ശേഷം ഓഫർ ലെറ്റർ കൈ കിട്ടി നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിഷൻ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എന്നോട് ഈ കമ്പനിയെ പറ്റി അന്വേഷിക്കാൻ പറയുന്നത്. അപ്പോൾ അധികം ഉപയോഗമില്ലാത്തൊരു കാര്യമാണത്. എങ്കിലും എന്നെ കൊണ്ട് കഴിയുമ്പോൾ ഞാൻ കമ്പനിയെ ഡീറ്റെയിൽ അന്വേഷിച്ച് ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ. എന്തായാലും വരുന്ന വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് ഈ വിസയുടെ പ്രൊസീജിയറിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ കേട്ടോ. അത് നിങ്ങൾക്ക് ഉപയോഗമായിട്ടൊന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.